ഹദീസിൽ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫഅലൈഹിൽ ജുമുഅ. അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന എല്ലാവർക്കും ജുമുഅ നിർബന്ധമാണ്. ഇല്ലാ മരീദുൻ, രോഗി ഒഴികെ, ഔ മുസാഫിറുൻ, അല്ലെങ്കിൽ യാത്രികൻ ഒഴികെ, അവിമ്രാത്തുൻ, അല്ലെങ്കിൽ സ്ത്രീ ഒഴികെ, ഔ സബിയുൻ, അല്ലെങ്കിൽ പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്ത കുട്ടികൾ ഒഴികെ, ഔ മംലൂക്കുൻ, അല്ലെങ്കിൽ അടിമകൾ ഒഴികെ. ഈ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ അടിമകൾ, കുട്ടികൾ, സ്ത്രീകൾ, യാത്രക്കാർ, രോഗികൾ എന്നിവരല്ലാത്ത എല്ലാവർക്കും ജുമുഅ നിർബന്ധമാണ് എന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. മാത്രമല്ല അത് ഒഴിവാക്കുന്നത് കുറ്റകരമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു, മൻ തറക്കൽ ജുമുഅത സലാസ മറാത്തിൻ തഹാവുനം ബിഹാ. ഒരാൾ 3 പ്രാവശ്യം ജുമുഅ ഒഴിവാക്കുകയാണ് എങ്കിൽ തഹാവുനം ബിഹാ, അതിനെ നിസ്സാരമാക്കി കണ്ടുകൊണ്ട്, തബാ അല്ലാഹു അലാ ഖൽബിഹി, അല്ലാഹു അവന്റെ ഹൃദയത്തിൽ മുദ്ര വെക്കുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മാത്രമല്ല നേരത്തെ നാം ഉദ്ധരിച്ച ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനം പറയുകയുണ്ടായി, ഫമൻ ഇസ്തഗ്നാ ബിലഹ്വിൻ ഔ തിജാറത്തിൻ, വ്യാപാരം കൊണ്ടോ വിനോദം കൊണ്ടോ ഒരാൾ അള്ളാഹുവിനെ തൊട്ട് ഐശ്വര്യവാനാണ്, അള്ളാഹുവിനെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞാൽ ഇസ്തഗ്നല്ലാഹു അൻഹു, അള്ളാഹു അവനെ തൊട്ടും ആവശ്യമില്ലാത്തവനാകും, അള്ളാഹു അവനെ തൊട്ടും തിരിഞ്ഞു കളയുമെന്ന് പറയുകയാണ്. ഈ ശ്രേഷ്ഠതകളെല്ലാം ലഭിക്കുവാൻ അതിന്റേതായ ചില മര്യാദകളുണ്ട്. ആ മര്യാദകൾ എന്താണ് എന്ന് മഹാനായ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ യഗ്തസല യൗമൽ ജുമുഅത്തി, ഒരാൾ ജുമുഅ ദിവസം കുളിച്ചാൽ, വമസ്സമിൻ ത്വീബി അഹ്ലിഹി ഇൻ കാന ഇൻദഹു, തന്റെ വീട്ടിൽ സൂക്ഷിക്കപ്പെടുന്ന സുഗന്ധത്തിൽ നിന്ന് അല്പം സുഗന്ധം ഉപയോഗിക്കുകയും ചെയ്താൽ, വലബിസ മിൻ അഹ്സനി സിയാബിഹി, തന്റെ ഏറ്റവും ഉള്ളതിൽ വെച്ച് നല്ല വസ്ത്രം ധരിക്കുകയും ചെയ്താൽ, തുമ്മ ഖറജ ഹത്താ യത്തിൽ മസ്ജിദ്, പിന്നെ പള്ളിയിൽ എത്തുന്നത് വരേക്ക് അവൻ പുറപ്പെട്ട് നടക്കുകയും ചെയ്തു, ഫയർകഉ ഇൻ ബദാലഹു, സൗകര്യപ്പെട്ടാൽ അവൻ 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കുകയും ചെയ്തു, വലം യൂദി അഹദൻ, ഒരാളെയും ഒരു നിലക്കും അവൻ പ്രയാസപ്പെടുത്തുകയോ ബുദ്ധിമുട്ടുകയോ ഉപദ്രവിക്കുകയോ ചെയ്തില്ല, സുമ്മ അൻസത, പിന്നെ അവൻ മൗനം പാലിച്ചു, ഇദാ ഖറജ ഇമാമുഹു, തന്റെ ഇമാമ് ഖുതുബ നിർവഹിക്കാൻ വേണ്ടി പുറപ്പെടുമ്പോൾ, ഹത്താ യുസല്ലി, നമസ്കാരം കഴിയുന്നത് വരെയും അവൻ ആ മൗനം പാലിച്ചു. എന്നാൽ കാനത്ത് കഫാറത്തുൽ ലിമാ ബൈനഹാ വബൈനൽ ജുമുഅത്തിൽ ഉഖറ, ആ ജുമുഅയുടെയും വരാനിരിക്കുന്ന ജുമുഅയുടെയും ഇടയിലുള്ള സകലമാന പാപങ്ങളുടെയും മോക്ഷമാകും, മോചനമാകും അത് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഹസ്രത്ത് അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ജുമുഅയുടെ ശ്രേഷ്ഠത ലഭിക്കണമെങ്കിൽ എന്തെല്ലാം മര്യാദകളാണ് പാലിക്കേണ്ടത് എന്ന് നമുക്ക് വായിച്ചടിക്കാം. ഒന്ന്, ജുമുഅ ദിവസം കുളിക്കുക, അതുപോലെ തന്നെ സുഗന്ധമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക, നല്ല വസ്ത്രങ്ങൾ ധരിക്കുക, പള്ളിയിലേക്ക് നടന്നു പോവുക, പള്ളിയിലെത്തിയാൽ സൗകര്യപ്പെട്ടാൽ തഹയ്യത്ത് നമസ്കരിക്കുക, പള്ളിയിൽ ആരെയും ഉപദ്രവിക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യാതിരിക്കുക, പിന്നെ ജുമുഅ ഖുതുബ നടക്കുമ്പോൾ എല്ലാം മൗനം പാലിച്ചിരിക്കുകയും ചെയ്യുക. ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോഴാണ് സത്യത്തിൽ ജുമുഅക്ക് അതിന്റേതായ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അള്ളാഹു വാഗ്ദത്തം ചെയ്ത മഹത്തായ പ്രതിഫലമെല്ലാം നമുക്ക് ലഭിക്കുന്നത്. ജുമുഅക്ക് നേരത്തെ പോവുക എന്നത് ശക്തമായ സുന്നത്താണ്. ജുമുഅ ദിവസത്തിൽ ആദ്യ ഘട്ടത്തിൽ പോകുന്നവർക്ക് ഒരൊട്ടകം അറുത്തുകൊടുത്ത് അള്ളാഹുവിനോട് സാമീപ്യം നേടുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലം എത്രയാണോ അത്രയും പ്രതിഫലം കിട്ടുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ജുമുഅയുടെ 2ാം ഘട്ടത്തിൽ, സമയത്തിന്റെ 2ാം ഘട്ടത്തിൽ പോകുന്ന ആൾക്കാർക്ക് ഒരു പശുവിനെ അറുത്ത് ദാനം ചെയ്യുമ്പോൾ ഒരാൾക്ക് അള്ളാഹുവിന്റെ സാമീപ്യത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം എത്രയാണോ അത്രയും പ്രതിഫലം ലഭിക്കുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. 3ാമത്തെ ഘട്ടത്തിൽ പോകുന്ന ആൾക്കാർക്ക് ഒരാട് കൊണ്ടും, 4ാമത്തെ ഘട്ടത്തിൽ പോകുന്ന ആൾക്ക് ഒരു കോഴിയെ കൊണ്ടും, 5ാമത്തെ ഘട്ടത്തിൽ പോകുന്ന ആൾക്ക് ഒരു കോഴിമുട്ട കൊണ്ടും അള്ളാഹുവിനോട് സാമീപ്യം നേടിയെടുക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്ന പ്രതിഫലം ലഭിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇതെല്ലാം അതിന്റെ ശ്രേഷ്ഠതയാണ്, നേരത്തെ പോകുന്നതിന്റെ ശ്രേഷ്ഠതയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ അതിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ 5 ഘട്ടങ്ങളും കഴിയുകയും ഇമാം ഖുതുബ നിർവഹിക്കാൻ വേണ്ടി മിമ്പറിൽ കയറുകയും ചെയ്തു കഴിഞ്ഞാൽ അതോടുകൂടെ അള്ളാഹുവിന്റെ നന്മതിന്മകൾ എഴുതുന്ന മലക്കുകൾ അവരുടെ ഏടുകളെല്ലാം പൂട്ടിവെക്കുന്നതാണ്. പിന്നീട് ജുമുഅക്ക് വരുന്ന ആൾക്കാർ തീർച്ചയായും അവരുടെ രേഖകളിൽ ഉണ്ടാവുകയില്ല എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ ഇദാ നൂദിയ എന്നാണ് പറഞ്ഞത്.
ഇദാ നൂദിയ എന്ന് പറഞ്ഞാൽ ഇമാം മിമ്പറിൽ ഇരുന്നതിന് ശേഷമുള്ള ബാങ്ക് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ ബാങ്ക് വിളിക്കപ്പെട്ടാൽ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ജുമയുടെ ബാങ്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ ഇരുന്നതിന് ശേഷം കൊടുക്കുന്ന ബാങ്കാണ് ഉണ്ടായിരുന്നത്. ആ ഒരു ബാങ്ക് മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ ബാങ്ക്. അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലത്തും ഉമർ റളിയല്ലാഹുവിന്റെ കാലത്തും അങ്ങനെ തന്നെയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലമായപ്പോഴേക്ക് ഒരു ബാങ്ക് കൂടെ അദ്ദേഹം നടപ്പിൽ വരുത്തുകയുണ്ടായി. ഇക്കാര്യം ഇമാം ബുഖാരി ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത്. കാന നിദാഉ യൗമൽ ജുമുഅത്തി അവ്വലഹു ഇദാ ജലസൽ ഇമാമു അലൽ മിൻബരി അലാ അഹ്ദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ അബീ ബക്കറിൻ വ ഉമർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹുമാ എന്നിവരുടെയും കാലത്ത് മിമ്പറിൽ ഇമാം ഇരിക്കുമ്പോൾ ചെയ്തിരുന്ന ബാങ്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഫലമാ കാന ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലമായപ്പോൾ ബാദ് സമനിൽ അദ്ദേഹത്തിന്റെ ഭരണം ആരംഭിച്ച് കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം വകസുറൻ നാസു ജനങ്ങൾ അധികരിക്കുകയും ചെയ്തപ്പോൾ സാദൻ നിദാ സാനി അദ്ദേഹം രണ്ടാമത്തെ ബാങ്കിനെ, അതായത് ഇന്നത്തെ ഒന്നാമത്തെ ബാങ്കിനെ അധികരിപ്പിച്ചു. ആ ബാങ്ക് മുഴക്കിയിരുന്നത് അല സൗറ എന്ന് പറയുന്ന കെട്ടിടത്തിന്റെ മുകളിൽ വെച്ചായിരുന്നു. വകാന ആ സൗറ ആയിരുന്നു അർഫഅ ദാരിൻ ബിൽ മദീന ബിഖുർബിൽ മസ്ജിദി, പള്ളിയുടെ അടുത്തുള്ള ഏറ്റവും ഉയർന്ന വീട് അതായിരുന്നു. ഇന്നത്തേതുപോലെ ഉച്ചഭാഷിണികളുടെയോ അല്ലെങ്കിൽ വലിയ മിനാരങ്ങളുടെയോ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നിട്ടില്ലാത്ത നബിയുടെ കാലഘട്ടത്തിൽ, മഹാന്മാരായ ഖലീഫമാരുടെ കാലഘട്ടത്തിൽ അന്ന് ബാങ്ക് കൊടുക്കാൻ ഉയർന്ന സ്ഥലങ്ങളെ ആശ്രയിക്കുക മാത്രമാണ് മാർഗമുണ്ടായിരുന്നത്. ആയതുകൊണ്ട് തന്നെ മദീനയിലെ പള്ളിയുടെ തൊട്ടടുത്തുണ്ടായിരുന്ന ഏറ്റവും ഉയർന്ന കെട്ടിടം സൗറ എന്ന് പറയുന്ന കെട്ടിടമായിരുന്നു. ആ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നുകൊണ്ടായിരുന്നു ജുമാക്ക് നേരത്തെ തന്നെ, അതായത് ഇമാം ഖുതുബക്ക് വേണ്ടി പുറപ്പെടുന്നതിന് മുമ്പായി തന്നെ ഒരു ബാങ്ക് ഏർപ്പാട് ചെയ്തത്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആണ് ഈ സമ്പ്രദായം കൊണ്ടുവന്നത്. ജനങ്ങൾ ധാരാളമായി വർദ്ധിക്കുകയും ജനങ്ങളുടെ തിക്കും തിരക്കും വർദ്ധിക്കുകയും മാത്രമല്ല സമയമറിയാനും മറ്റുമുള്ള മാർഗങ്ങളൊക്കെ തന്നെയും വളരെ വിരളമാവുകയും ചെയ്ത ആ കാലത്ത് പലതരം ശുഗലുകളുമായി ബന്ധപ്പെട്ട്, പലതരം ജോലികളുമായി, ജീവിത സന്ധാരണ മാർഗങ്ങളുമായി ബന്ധപ്പെടുന്ന ആൾക്കാരുടെ ശ്രദ്ധ ജുമയുടെ സമയം ഇതാ ആകാനായി, ജുമയുടെ സമയം അടുത്തെത്തിയിരിക്കുന്നു എന്ന ഒരു സൂചന നൽകുക എന്ന ഉദ്ദേശ്യം ആയിരുന്നു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ ഒരു ബാങ്ക് നടപ്പിൽ വരുത്തിയതിന് പിന്നിലുണ്ടായിരുന്നത്. അത് തീർച്ചും മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നടപ്പിൽ വരുത്തിയതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളെ പിൻപറ്റേണ്ടതുപോലെ തന്നെ നബി നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത് തന്റെ ഖുലഫായിന്റെയും തന്റെ സഹാബിമാരുടെയും ചര്യകളെയും പിൻപറ്റുവാനാണ്. മാത്രമല്ല സഹാബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചകന്റെ ഏറ്റവും അടുത്ത അനുയായിയായിരുന്നു മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ധാരാളം ഹദീസുകളിൽ അദ്ദേഹത്തിന്റെ പ്രാമാണിത്വവും അദ്ദേഹത്തിന്റെ മഹത്വവും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ സമൂഹത്തിൽ വിളംബരം ചെയ്തതാണ്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, നിങ്ങൾ ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഉളരണമെന്നാണ് പറയുന്നത്. ഉളരണം എന്ന് പറഞ്ഞാൽ ഓടിപ്പോവുക എന്നല്ല അതിനർത്ഥം എന്നാണ് പ്രമുഖ തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മറിച്ച് മാനസികമായി അതിനുള്ള തയ്യാറെടുപ്പും ഗൗരവതരമായ ഒരു ഒരുക്കവും ഉണ്ടാവുക എന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓടുക എന്നല്ല, മറിച്ച് ആരാധനകൾ, ജുമ അടക്കമുള്ള ആരാധനകൾ തീർത്തും സമാധാനത്തോടെയും ശാന്തിയോടുകൂടെയുമാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി പോകേണ്ടതെല്ലാം അങ്ങനെയാണ് എന്ന് ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചായി നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണമായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഞങ്ങളോട് പറഞ്ഞു, ഇദാ സമഅതുൽ ഇഖാമ, നിങ്ങൾ ഇഖാമത്ത് കേട്ട് കഴിഞ്ഞാൽ ഫംശൂ ഇല സ്വലാത്തി, നിങ്ങൾ നിസ്കാരത്തിലേക്ക് നടന്നു പോവുക, വഅലൈക്കുമുസ് സകീനത്തു വൽ വഖാർ, നിങ്ങളിൽ ശാന്തിയും സമാധാനവും ഉണ്ടായിക്കൊണ്ട് നിങ്ങൾ നടന്നു പോവുക. നിങ്ങൾ തിക്കും തിരക്കും വെപ്രാളവും വ്യഗ്രതയും കാണിക്കാതെ നിങ്ങൾ സമാധാനത്തോടുകൂടെ നടന്നു പോവുക. നിങ്ങൾ കേട്ടത് ഇഖാമത്താണെങ്കിൽ പോലും. വലാ തുസ്രിഊ, നിങ്ങൾ ധൃതി പിടിച്ചോടരുത്. ഫമാ അദ്റക്തും ഫസല്ലു, നിങ്ങൾക്ക് ലഭിച്ചത് നിങ്ങൾ ഇമാമിനോടൊപ്പം നിസ്കരിക്കുക. വമാ ഫാതക്കും ഫാത്തിമു, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങൾ പിന്നീട് പൂർത്തിയാക്കുകയും ചെയ്യുക. ആയതുകൊണ്ട് തന്നെ ഫസ്ഔ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മാനസികമായി അതിന് നിങ്ങൾ തയ്യാറെടുക്കുക, നിങ്ങൾ ജാഗരൂകരാവുക എന്നാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നടന്നിരുന്ന ജുമഅകളുടെ ചരിത്രവും ചിത്രവുമാണ് ഈ സംഭവങ്ങളിലൂടെ
ജുമാ സംഘടിതമായി നടത്തപ്പെടേണ്ട ഒരു ആരാധനയാണ്. ജുമാ നടത്തണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ എത്ര പേർ വേണം എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടമാണ്. ഇമാം ഹസൻ റളിയല്ലാഹു തആല പറയുന്നത് കേവലം 2 ആളുണ്ടെങ്കിൽ തന്നെയും ജുമാ സംഘടിപ്പിക്കണം എന്നാണ്. എന്നാൽ മഹാനായ അബൂ സുഫിയാൻ മഹാനായ അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ജുമാ സംഘടിപ്പിക്കാൻ ഏറ്റവും കുറഞ്ഞത് 3 ആളെങ്കിലും വേണമെന്നാണ്. സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു തുടങ്ങിയ ആൾക്കാരൊക്കെ ചുരുങ്ങിയത് 4 ആൾക്കാരെങ്കിലും വേണം ജുമാ സംഘടിപ്പിക്കാനെന്നാണ്. മഹാനായ ഇമാം റബിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ഏറ്റവും കുറഞ്ഞത് 12 പേരെങ്കിലും വേണമെന്നാണ്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ അഭിപ്രായമാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പ്രകടിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ജുമാ നടപ്പിലാക്കാൻ, ജുമാ സംഘടിപ്പിക്കുവാൻ ഏറ്റവും കുറഞ്ഞത് 40 പേരെങ്കിലും വേണമെന്നാണ്. അള്ളാഹു സൂറത്തുൽ ജുമായുടെ 10-ാമത്തെ ആയത്തിൽ തുടർന്ന് പറയുകയാണ്, فَإِذَا قُضِيَتِ الصَّلَاةُ فَانتَشِرُوا فِي الْأَرْضِ وَابْتَغُوا مِنْ فَضْلِ اللَّهِ وَاذْكُرُوا اللَّهَ كَثِيرًا لَعَلَّكُمْ تُفْلِحُونَ. فَإِذَا قُضِيَتْ, അങ്ങനെ നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞാൽ, അസ്സലാത്ത്, ആ നിസ്കാരം, ഫന്തശിറു, അപ്പോൾ നിങ്ങൾ വ്യാപരിക്കുക, ഫിൽ അർളി, ഭൂമിയിൽ, വബ്തഗു, നിങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുക, മിൻ ഫദ്ലില്ലാഹി, അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന്, വദ്കുറു, നിങ്ങൾ അനുസ്മരിക്കുകയും ചെയ്യുക, അള്ളാഹുവിനെ, കസീറൻ, ധാരാളമായി, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായേക്കും. അങ്ങനെ നിസ്കാരം നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ വ്യാപരിക്കുകയും അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് അന്വേഷിക്കുകയും ചെയ്യുക. നിങ്ങൾ വിജയികളാകുമാർ അള്ളാഹുവിനെ നിങ്ങൾ ധാരാളമായി അനുസ്മരിക്കുക. ജുമാ നമസ്കാരം കഴിഞ്ഞാൽ അതോടുകൂടെ ആ ആഴ്ചയിലെ ആരാധന മതിയായി എന്ന ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാവരുത് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ജുമാ നമസ്കരിച്ചാൽ മാത്രം മതി എന്ന ഒരു കാഴ്ചപ്പാട് ഉണ്ടാവരുത്. മറിച്ച് ജുമാ എന്ന അതിമഹത്തായ ദൈവസ്മരണയിൽ നിന്ന് നിങ്ങൾ കാലെടുത്തു വെക്കേണ്ടത്, നിങ്ങൾ ഇറങ്ങേണ്ടത് വീണ്ടും അള്ളാഹുവിന്റെ സ്മരണയിലേക്ക് തന്നെയാണ്. നിങ്ങൾ വിജയികളായി തീരുവാൻ വേണ്ടി, ജീവിതത്തിൽ ശാശ്വതമായ മോക്ഷം കൈവരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ അള്ളാഹുവിന്റെ സ്മരണ സജീവമായി നിങ്ങളിൽ നിലനിർത്തേണ്ടത് അനിവാര്യമാണ് എന്ന് അള്ളാഹു ഈ സൂറത്തുൽ ജുമായിലെ 10-ാമത്തെ ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ ജുമായിലെ 11-ാമത്തെ ആയത്തും അവസാനത്തെ ആയത്തും ജുമായുടെ പ്രാധാന്യത്തെ വളരെ ശക്തമായി അടിവരയിടുന്നവയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഇദാ റഅൗ തിജാറതൻ ഔ ലഹ്വൻ ഫളൂ ഇലൈഹാ വതറകൂക ഖായിമാ ഖുൽ മാ ഇൻദല്ലാഹി ഖൈർ ഖുൽ മാ ഇൻദല്ലാഹി ഖൈറുൻ من اللهو ومن التجارة والله خير الرازقين. وإذا رأوا, അവർ കണ്ടാൽ, തിജാറത്തൻ, ഒരു കച്ചവടം, ഔ ലഹുവൻ, അല്ലെങ്കിൽ ഒരു വിനോദം, ഇൻഫളൂ ഇലൈഹ, അതിലേക്ക് അവർ പിരിഞ്ഞു പോകും, വതറകൂക, അവർ അങ്ങയെ വിടുകയും ചെയ്യും, ഖായിമൻ, നിൽക്കുന്നവരായി. ഖുൽ, നബിയെ അങ്ങ് പറയുക, മാ ഇൻദല്ലാഹി, അള്ളാഹുവിന്റെ അടുക്കലുള്ളത്, ഖൈറുൻ, ഉത്തമമാണ്, മിനൽ ലഹ്വി, വിനോദത്തെക്കാളും, വമിനത് തിജാറ, കച്ചവടത്തെക്കാളും. വല്ലാഹു, അള്ളാഹു, ഖൈറുൻ, ഏറ്റവും നല്ലവനാണ്, അർ-റാസിഖീൻ, ജീവിതോപാധികൾ നൽകുന്നവൻ. അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവർ അതിലേക്ക് വലിഞ്ഞു പോവുകയും അങ്ങയെ പ്രസംഗപീഠത്തിൽ നിൽക്കുന്നവരായി വിടുകയും ചെയ്യും. അന്ന് പറഞ്ഞേക്കുക, അള്ളാഹുവിങ്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാണ്. അള്ളാഹു വിഭവദാതാക്കളിൽ ഏറ്റവും നല്ലവനാകുന്നു.
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് സംഭവിച്ച ഒരു സംഭവത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരായത്താണ് ഇത്. അത് മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. ഒരു ദിവസം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ മദീന മുനവ്വറയിലെ മസ്ജിദുൻ നബവിയിലെ മിമ്പറിൽ നിന്നുകൊണ്ട് ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പുറത്ത് ശബ്ദം കേട്ടു. അത് വാദ്യഘോഷങ്ങളുടെ ശബ്ദമായിരുന്നു. അത്തരം വാദ്യഘോഷങ്ങൾ മുഴങ്ങാറുള്ളത് വലിയ കച്ചവട സംഘങ്ങൾ നഗരത്തിൽ എത്തിച്ചേരുമ്പോഴാണ്. ആ കാലം പട്ടിണിയുടെയും ക്ഷാമത്തിന്റെയും ഒരു കാലമായിരുന്നു. കുറെ കാലമായി മദീനയിലെ ആൾക്കാർ കച്ചവട സംഘങ്ങൾ വരുന്നത് കാത്തിരിക്കുന്ന ഒരു കാലമായിരുന്നു. പക്ഷേ അങ്ങനെ കാത്തിരിക്കുന്ന അവരുടെ ആ കാത്തിരിപ്പിന്റെ ഒടുവിൽ അവർക്ക് വേണ്ട കച്ചവട സാധനങ്ങളുമായി വിഭവങ്ങളുമായി കച്ചവട സംഘം എത്തിച്ചേർന്നിരിക്കുന്നത് മദീന പള്ളിയിൽ ജുമാ നടന്നുകൊണ്ടിരിക്കുന്ന നബിയുടെ ഖുതുബ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവര് നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷമം വല്ലാതെ ശക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ നബി ഖുതുബ ഓതുകയാണ്. നബിയുടെ ഖുതുബ ശ്രദ്ധിച്ചു കേൾക്കേണ്ടവരാണ് നമ്മൾ എന്നൊന്നും ഗൗനിക്കാതെ, അതൊന്നും പ്രധാനമായി കണക്കിലെടുക്കാതെ അവര് ഈ കച്ചവടത്തെ കാണാൻ വേണ്ടി ആ കച്ചവടത്തിന്റെ അടുക്കലേക്ക് ഓടി കച്ചവടത്തിൽ നിന്ന് സാധനങ്ങൾ, അവർക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കൂട്ടുവാൻ വേണ്ടി കുറെ നേരം പാഴാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ സാധനങ്ങൾ തീർന്നു പോകുമെന്ന് സ്വാഭാവികമായും ഭയപ്പെട്ടു. അങ്ങനെ പള്ളി കാലിയാകുന്ന, വിജനമാകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നബിയുടെ മുമ്പിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്ന നബിയുടെ മുമ്പിൽ വളരെ കുറച്ച് സഹാബിമാർ മാത്രമാണ് അവശേഷിച്ചത്. ഏകദേശം 12 പേരാണ് എന്നാണ് അവിടെ ബാക്കി ഉണ്ടായിരുന്നവരുടെ എണ്ണത്തെ സംബന്ധിച്ച് പ്രമാദമായ അല്ലെങ്കിൽ പ്രമുഖ ചരിത്രകാരന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. മഹാന്മാരായ അശ്റത്തുൽ മുബശ്ശിരീങ്ങൾ എന്ന് പറയുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ട 10 സഹാബിമാരും മറ്റു പ്രധാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മറ്റു പ്രധാനപ്പെട്ട ചില സഹാബിമാരും മാത്രമാണ് പള്ളിയിൽ അവശേഷിച്ചിരുന്നത്. ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ കോപിപ്പിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ശരീരം ആരുടെ കയ്യിലാണോ ആ നാഥൻ തന്നെയാണ് സത്യം. ലൗ തതാബഅതും ഹത്താ ലം യബ്ഖ മിൻകും അഹദുൻ, ഒരാളും പള്ളിയിൽ അവശേഷിക്കാത്ത വിധം നിങ്ങൾ ഇങ്ങനെ തുടർച്ചയായി പോവുകയാണ് എങ്കിൽ ലസാലബിക്കുൽ വാദി, നിങ്ങളെ കൊണ്ട് ഈ താഴ്വര തീയാൽ ഒലിച്ചു പോകുമായിരുന്നു, അല്ലെങ്കിൽ നിറയുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. മഹാനായ റസൂലുള്ളാഹിയുടെ സഹാബിമാർ ഇത്തരത്തിലുള്ള ഒരു അച്ചടക്കരാഹിത്യം കാണിക്കുന്നവരാണ് എന്ന് ഒരിക്കലും ഇതിനെ സംബന്ധിച്ച് അഭിപ്രായപ്പെടേണ്ടതില്ല. അവരുടെ ഒരു പ്രത്യേക സാഹചര്യത്തിന്റെ സൃഷ്ടിയായിരുന്നു അവരുടെ ആ അശ്രദ്ധ. ആ അശ്രദ്ധയിൽ അവർക്ക് ശക്തമായ മാനസികമായ വിഷമുണ്ടായിരുന്നു. പിന്നീട് അവരിൽ ഒരാൾ ഖുതുബ കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവർക്ക് വിസർജനം തുടങ്ങിയ അത്യാവശ്യ കാര്യങ്ങൾ വന്നാൽ പോലും അവര് എഴുന്നേറ്റ് നിന്നുകൊണ്ട് നബിയോട് ഖുതുബക്കിടയിൽ സമ്മതം ചോദിച്ചുകൊണ്ടല്ലാതെ പുറത്തു പോകുമായിരുന്നില്ല എന്നാണ് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നത്, ഇസ്ലാമിക ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ഈ അവസാനത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിത ബന്ധിയായ വ്യാപാരങ്ങൾ, വിനോദങ്ങൾ തുടങ്ങിയ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഒഴിവാക്കാനാവാത്ത, ഒഴിച്ചു നിർത്താനാവാത്ത വളരെ അനിവാര്യമായ അത്യന്താപേക്ഷിതമായ കാര്യങ്ങൾ വന്നാൽ പോലും അവയേക്കാൾ ഏറെ പ്രാധാന്യവും പ്രാമുഖ്യവും നിങ്ങൾ കൽപ്പിക്കേണ്ടത് ജുമുഅയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗണ്യമായി ഈ സൂറത്തുൽ ജുമുഅയിലെ അവസാനത്തെ ആയത്തിലൂടെ സൂചിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.